ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2024 കറണ്ട് അഫേഴ്സിൻ്റെ പ്രധാന വിവരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പാർട്ട് 6 അപ്പോൾ ഇതിനു മുമ്പ് 2024 കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് ജനുവരി, അതുപോലെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസം വരെയുള്ള 5 ഭാഗങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് ഓരോന്നും കാണുക. അതുപോലെ ഇന്ന് നമ്മൾ എടുക്കുന്നത് ജൂൺ മാസത്തിലെ പ്രധാന വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമ്മുടെ 6ാമത്തെ പാർട്ടാണിത്. അപ്പോൾ ഓരോ മാസത്തിലെയും കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ പാർട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ മെയ് മാസത്തിലേതാണെങ്കിൽ പാർട്ട് 5 എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ആ ഭാഗം കാണാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഓരോ മാസത്തിലെയും കറണ്ട് അഫേഴ്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ 2024 ജൂൺ മാസത്തിലെ കറണ്ട് അഫേഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. 2024 സാക്ഷരതാ മിഷൻ്റെ സഹായത്തോടെ പത്താമുദയം എന്ന സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, 2024 സാക്ഷരതാ മിഷൻ്റെ സഹായത്തോടെ, ഈ 2024 ജൂൺ മാസത്തിൽ സാക്ഷരതാ മിഷൻ്റെ സഹായത്തോടെ പത്താമുദയം എന്ന സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല ഏത് ജില്ലയാണ്? കണ്ണൂർ ജില്ലയിലാണ് പത്താമുദയം എന്ന് പറയുന്ന സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നത്. അനീഷ് സ്നേഹയാത്ര, ഒരു വ്യക്തിയുടെ പേരാണ് അനീഷ് സ്നേഹയാത്രയുടെ ബ്രെയിലി ലിപിയിലേക്ക് മാറ്റിയ മലയാളത്തിലെ ആദ്യ കവിതാ സമാഹാരം ഏത്? അപ്പോൾ നമ്മുടെ അനീഷ് സ്നേഹയാത്രയുടെ ബ്രെയിലി ലിപി നമുക്കറിയാം, കാഴ്ചയില്ലാത്തവർക്കുള്ള ലിപിയാണ് ബ്രെയിലി ലിപി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിപിയിലേക്ക് മാറ്റിയ മലയാളത്തിലെ ആദ്യ കവിതാ സമാഹാരം എന്ന ബഹുമതി ലഭിച്ചത് ഏത് കൃതിക്കാണ്? പിന്നിട്ട വരികളും എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പോൾ ഈ കൃതി എഴുതിയത് ആരാണ്? അനീഷ് സ്നേഹയാത്രയാണ് പിന്നിട്ട വരികളും എന്ന കവിതാ സമാഹാരം എഴുതിയത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രെയിലി ലിപിയിലേക്ക് മാറ്റിയ മലയാളത്തിലെ ആദ്യ കവിതാ സമാഹാരമാണ് ഏത്? നമ്മുടെ പിന്നിട്ട വരികളും. അടുത്ത് GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നം ഏതാണ്? അപ്പം GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക്. അപ്പോൾ ഈ നിലമ്പൂർ തേക്കിന് GI ടാഗ് പദവി ലഭിച്ചു. അപ്പോൾ ഇന്ത്യയിലെ വനോൽപ്പന്നത്തിന് ആദ്യമായിട്ട് ഒരു വനോൽപ്പന്നത്തിന് ലഭിക്കുന്ന GI ടാഗ് പദവി എന്ന് പറയുന്നത് ഏതിനാണ്? നമ്മുടെ നിലമ്പൂർ തേക്കിനാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യ അവയവമാറ്റ ഹോസ്പിറ്റൽ നിലവിൽ വരുന്നത് ചേവായൂർ, കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോടുള്ള ചേവായൂർ ഹോസ്പിറ്റലിലാണ് എന്ത് വരുന്നത്? ഇന്ത്യയിലെ ആദ്യ അവയവമാറ്റ ഹോസ്പിറ്റൽ നിലവിൽ വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യ അവയവമാറ്റൽ ഹോസ്പിറ്റൽ നിലവിൽ വരുന്നത് ചേവായൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, കോഴിക്കോട് ജില്ലയിലാണ്. മലയാളത്തിലെ ആദ്യ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രം ഏത്? ഇപ്പം മലയാളത്തിലെ ആദ്യത്തെ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രമാണ് ഗഗനചാരിയാണ് മലയാളത്തിലെ ആദ്യ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രം. അപ്പോൾ ഈ ഗഗനചാരി എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തത് അരുൺ ചന്തു ആണ്. അപ്പോൾ അരുൺ ചന്തു സംവിധാനം ചെയ്ത് ഗഗനചാരി എന്ന് പറയുന്ന സിനിമയാണ് മലയാളത്തിലെ ആദ്യ ഡിസ്റ്റോപ്പിയൻ കോമഡി ചിത്രം എന്ന് പറയുന്നത്. 2023
കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി. ഇപ്പോൾ 2023 ഏത് പുരസ്കാരമാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണത്? ഡോക്ടർ KG പൗലോസ് ആണ്. അപ്പോൾ ഡോക്ടർ KG പൗലോസ് ആണ് എന്തിനർഹനായത്? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഡോക്ടർ KG പൗലോസ്. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിൻ്റെ പദ്ധതിയാണ് പുസ്തകത്തോണി. അപ്പോൾ എന്താണ് പുസ്തകത്തോണി എന്ന് പറഞ്ഞാൽ? ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിൻ്റെ പദ്ധതിയാണ് പുസ്തകത്തോണി എന്ന് പറയുന്നത്. 21 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാവികാഭ്യാസം. അപ്പോൾ 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാവികാഭ്യാസമാണ് റിംപാക്ക് എന്ന് പറയുന്നത്. റിംപാക്ക് എന്ന് പറയുന്ന നാവികാഭ്യാസമാണ് 29 രാജ്യങ്ങൾ ഈ റിംപാക്ക് നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവിക അഭ്യാസം എന്ന് പറയുന്നത്. റിംപാക്ക് 2024 നാവിക അഭ്യാസത്തിന് വേണ്ടിയുള്ള വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹവായ് ദ്വീപുകളാണ്. അപ്പോൾ ഈ 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന നമ്മുടെ നാവിക അഭ്യാസത്തിൻ്റെ വേദി ഏതാണ്? ഹവായ് ദ്വീപുകളാണ്. റിംപാക്ക് 2024 ഭാഗമാകുന്ന ഇന്ത്യയുടെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് INS ശിവാലിക് ആണ്. അപ്പോൾ INS ശിവാലിക് എന്ന് പറയുന്ന കപ്പലാണ് ഈ റിംപാക്ക് 2024 ഭാഗമാകുന്ന ഇന്ത്യയിലെ കപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹവായ് ദ്വീപുകളിൽ വെച്ച് നടക്കുന്ന റിംപാക്ക് 2024 ഭാഗമാകുന്ന നമ്മുടെ ഇന്ത്യയുടെ കപ്പൽ ഏതാണ്? അത് INS ശിവാലിക് ആണ്. 2024 ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സിറിൽ റംഫോസയാണ്. സിറിൽ റംഫോസയാണ് 2024 ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം നിലവിൽ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആരാണ്? സിറിൽ റംഫോസയാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതാണ്? അപ്പോൾ 2024 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഏത് രാജ്യമാണ് അല്ലെങ്കിൽ ഏത് ടീമാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയാണ് 2020 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ, അപ്പം നമ്മുടെ ഇന്ത്യൻ സേനയെ നയിച്ചത് ആരായിരുന്നു? രോഹിത് ശർമ്മയാണ്. അപ്പോൾ 2024 2020 വേൾഡ് കപ്പ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു? രോഹിത് ശർമ്മയായിരുന്നു. 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ തോൽപ്പിച്ചത് ആരെയാണ്? അത് ദക്ഷിണാഫ്രിക്ക. അപ്പോൾ റണ്ണറപ്പ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ദക്ഷിണാഫ്രിക്കയാണ് 2020 ലോകകപ്പ് ഫൈനലിലെ റണ്ണറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഫൈനലിൽ തോൽപ്പിച്ചത് ആരെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. 2024 2020 ലോകകപ്പിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അപ്പോൾ 2024 2020 ലോകകപ്പിൻ്റെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? അത് US-ലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് 2024 2020 വേൾഡ് കപ്പിൻ്റെ വേദി എന്ന് പറയുന്നത്. US-ലും അതുപോലെ വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് നടന്നത്. 2024 2020 ഫൈനൽ നടന്ന സ്റ്റേഡിയം എവിടെയാണ്? അപ്പോൾ 2024 2020 ഫൈനൽ മത്സരം നടന്ന സ്റ്റേഡിയം. അപ്പോൾ ഫൈനൽ മത്സരം നടന്ന സ്റ്റേഡിയം എവിടെയാണ്? ബാർബഡോസിലെ
കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയമാണ്. അപ്പോൾ ബാർബഡോസിലെ ഏത് സ്റ്റേഡിയം? കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയം. ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയത്തിൽ വച്ചിട്ടാണ് എന്ത് നടന്നത്? നമ്മുടെ 2020 ഫൈനൽ മത്സരം നടന്നത്. 2026 2020 വേൾഡ് കപ്പിൻ്റെ വേദി. അപ്പോൾ ഇനി അടുത്ത ലോകകപ്പ് ക്രിക്കറ്റ് 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്നത് 2026 അപ്പോൾ ഈ 2026 2020 വേൾഡ് കപ്പിൻ്റെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ്. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയുമാണ് 2026 2020 വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. 18ാമത് ലോക്സഭാ സ്പീക്കർ ആരാണ്? അപ്പം നമ്മുടെ 18ാമത് ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത് ഓം ബിർളയാണ്. അപ്പോൾ 17ാമത് ലോക്സഭാ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ അതും ആരാണ്? 17ാമത് ലോക്സഭാ സ്പീക്കറും ഓം ബിർളയാണ്. 17ാമതും ഓം ബിർളയാണ്. അതുപോലെ 18ഉം ആരാണ്? നമ്മുടെ ഓം ബിർളയാണ്. 18ഉം ലോക്സഭാ സ്പീക്കർ. അപ്പോൾ തുടർച്ചയായി 2 തവണ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. 2024 കണ്ടെത്തിയ ഇന്ത്യയിലെ റംസാർ സൈറ്റുകൾ ഏതെല്ലാം? അപ്പോൾ 2024 കണ്ടെത്തിയ ഇന്ത്യയിലെ റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് നാഗി പക്ഷി സങ്കേതവും അതുപോലെ നക്തി പക്ഷി സങ്കേതവുമാണ്. ഇത് രണ്ടും എവിടെയാണ്? ബീഹാറിലാണ്. അപ്പം നാഗി പക്ഷി സങ്കേതം, നക്തി പക്ഷി സങ്കേതം എന്നിവ എന്താണ്? ഇവ രണ്ടും നമ്മുടെ 2024 ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ റംസാർ സൈറ്റുകളാണ്. നാഗി പക്ഷി സങ്കേതം, നക്തി പക്ഷി സങ്കേതം. ഇത് രണ്ടും ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 2024 ജൂൺ 23 അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം ഏതാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമാണ് കോഴിക്കോട്. ഈ കോഴിക്കോടിനെ ഔദ്യോഗികമായി സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് ഏത് വർഷം, ഏത് ദിവസം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 2024 ജൂൺ 23 2024 ജൂൺ 23 കോഴിക്കോടിനെ എന്തായിട്ട് സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ജൂൺ 23 ഏത് ദിവസമായിട്ട് സാഹിത്യ നഗരമായി കോഴിക്കോട് ആചരിക്കുന്നുണ്ട്? ജൂൺ 23. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. അപ്പം 2024 ലോക പരിസ്ഥിതി ദിനം നമുക്കറിയാം എന്നാണ്? ജൂൺ 5 ആണ് ലോക പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത്. ജൂൺ 5. അപ്പം 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് സൗദി അറേബ്യയാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. അപ്പോൾ എന്തൊക്കെയാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമാണ് ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ഇത് മൂന്നുമാണ് 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയങ്ങൾ. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. അപ്പോൾ അടുത്ത വർഷം ജൂൺ 5 അല്ലെങ്കിൽ 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് ദക്ഷിണ കൊറിയയാണ്. അപ്പോൾ 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. അപ്പം ഇനി വരുന്ന 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് മലിനീകരണം എന്ത് ചെയ്യുന്നു? അവസാനിപ്പിക്കുന്നു എന്നതാണ് 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം. അപ്പോൾ നമ്മുടെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഇങ്ങനെ 2
സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് അമരാവതിയും തെലങ്കാനയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഹൈദരാബാദുമാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം, നേരത്തെ ആന്ധ്രയുടെ തലസ്ഥാനം എന്തായിരുന്നു? ഹൈദരാബാദ് ആയിരുന്നു. അപ്പോൾ ആ ഹൈദരാബാദ് ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് തെലങ്കാനയും അതുപോലെ ആന്ധ്രാപ്രദേശും 2 സംസ്ഥാനങ്ങളായി മാറിയപ്പോൾ എന്താണ്, ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതിയായി മാറി. അതുപോലെ തെലങ്കാനയുടെ തലസ്ഥാനം ഏതാണ്? ഹൈദരാബാദാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നാവിക അഭ്യാസം അറിയപ്പെടുന്ന പേര് ജിമെക്സ് 24 എന്നാണ്. അപ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് ഏത്? ജിമെക്സ് 24 എന്ന് പറയുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നാവിക അഭ്യാസം. അപ്പോൾ ഇതിൽ നോക്കിയാൽ മതി, ഇന്ത്യയുടെ അതായത് ജപ്പാൻ്റെ ജെയും ഇന്ത്യയുടെ ഐയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ജിമെക്സിൽ. അപ്പോൾ എന്താണ് ജിമെക്സ്? അപ്പോൾ ജപ്പാൻ, ഇന്ത്യ. അപ്പോൾ ഇവർ തമ്മിലുള്ള നാവിക അഭ്യാസമാണ് എന്തെന്ന് പറയുന്നത്? ജിമെക്സ് 24 എന്ന് പറയുന്നത് ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള നാവിക അഭ്യാസമാണ്. 2024 കേരളത്തിൽ ആദ്യമായി കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ജില്ല ആലപ്പുഴ ജില്ലയാണ്. ഇപ്പോൾ 2024 കേരളത്തിൽ എന്ത് ചെയ്തു? നമ്മുടെ കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അതേത് ജില്ലയിലാണ് കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്? ആലപ്പുഴ ജില്ലയിലാണ്. ലോക സമുദ്ര ദിനം എന്നാണ്. ലോക സമുദ്ര ദിനം എന്ന് പറയുന്നത് ജൂൺ 28 ലോക സമുദ്ര ദിനം. അപ്പോൾ ജൂൺ 28 നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്? ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 28. അപ്പോൾ ഈ 2024 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? പുതിയ ആഴങ്ങളെ ഉണർത്തുക. സമുദ്രമാണ്, നല്ല ആഴമുണ്ട്. അപ്പോൾ എന്താ? പുതിയ ആഴങ്ങളെ ഉയർത്തുക എന്നതാണ് നമ്മുടെ 2024 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. എന്താണ്? പുതിയ ആഴങ്ങളെ ഉണർത്തുക. അതാണ് 2024 ജൂൺ 28 ലോക സമുദ്ര ദിനത്തിൻ്റെ പ്രമേയം. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇപ്പോൾ 2024 എന്താണ് കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉണ്ണി അമ്മയമ്പലം എന്ന വ്യക്തിക്കാണ്. ഉണ്ണി അമ്മയമ്പലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ്? അൽഗോരിതങ്ങളുടെ നാട് എന്ന ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതിക്കാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം. അപ്പോൾ അതിൻ്റെ കൃതിയുടെ പേരെന്താണ്? അൽഗോരിതങ്ങളുടെ നാട് എന്നതാണ് ആ കൃതി. അത് എഴുതിയതാരാണ്? ഉണ്ണി അമ്മയമ്പലം. അടുത്തത് 2024 ജൂണിൽ G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം. അപ്പോൾ 2024 ജൂണിൽ G7 ഉച്ചകോടിക്ക് വേദിയായത് ഏത് രാജ്യത്താണ്? ഇറ്റലിയിലാണ് G7 ഉച്ചകോടി നടന്നത്. 2024 ജൂണിലാണ് ഈ വർഷത്തെ G7 ഉച്ചകോടി നടന്നത്. അത് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ്? ഇറ്റലിയിൽ വെച്ചിട്ടാണ് G7 ഉച്ചകോടി നടന്നത്. 2024 സുസ്ഥിര വികസന സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം. അപ്പോൾ 2024 സുസ്ഥിര വികസനത്തിൽ ആ സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ്. അപ്പോൾ 1-ാം സ്ഥാനം ഫിൻലാൻഡാണ്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 109. അപ്പോൾ 2024 സുസ്ഥിര വികസന സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം നമ്മുടെ ഫിൻലാൻഡാണ്. ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? ഇന്ത്യക്ക് 109-ാം സ്ഥാനമാണ് സുസ്ഥിര വികസന സൂചികയിലുള്ളത്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ വേദി എവിടെയാണ്? അപ്പോൾ 2024 കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ വേദി അമേരിക്കയിലാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ നടന്നത് എവിടെയാണ് നടക്കുന്നത്? അത് അമേരിക്കയിലാണ്. കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ ഭാഗ്യചിഹ്നം. അപ്പോൾ എന്തായിരുന്നു കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്? കപ്പിത്താൻ എന്ന് പേരുള്ള കഴുകനാണ്.
അപ്പോൾ കപ്പിത്താൻ എന്ന് പേരുള്ള കഴുകനാണ് കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ ഭാഗ്യജനം. അപ്പോൾ 2024 കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ വേദി എന്ന് പറയുന്നത് അമേരിക്കയാണ്. അതിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? കപ്പിത്താൻ എന്ന് പേരുള്ള കഴുകനാണ്. കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്ത്, അപ്പോൾ ഫുട്ബോൾ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് കളിക്കാൻ ഒരു ഔദ്യോഗികമായിട്ടുള്ള പന്തുണ്ട്. ആ പന്താണ് പ്യൂമ. പ്യൂമ എന്നതാണ് പന്തിൻ്റെ പേര്. ഔദ്യോഗിക പന്ത് ഏതാണ്? പ്യൂമ. 2024 പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ബാഡ്മിൻ്റൺ താരം ആരാണ്? PV സിന്ധു ആണ്. അപ്പോൾ 2024 പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്ത കായിക താരമാണ് ആര്? നമ്മുടെ PV സിന്ധു. PV സിന്ധു ഒരു ബാഡ്മിൻ്റൺ താരമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? 2024 പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് ആരാണ്? PV സിന്ധു ആണ്. ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏത് നിറമാണ് നിർബന്ധമാക്കുന്നത്? അപ്പം നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനങ്ങളെ തിരിച്ചറിയാൻ ഏത് നിറമാണ്? മഞ്ഞ നിറമാണ്. ഇനി മുതൽ മഞ്ഞ നിറമുള്ള വാഹനങ്ങളാണ് ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനങ്ങളെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനങ്ങളുടെ നിറം എന്താക്കി മാറ്റാൻ ആണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്? മഞ്ഞ നിറമാക്കി മാറ്റാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതികൾ നടപ്പിലാക്കുന്നത് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ്. അപ്പോൾ കേരളത്തിൽ ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയൊക്കെയാണ്? ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതികൾ നടപ്പിലാക്കുന്നത് കൊച്ചിയിലും അതുപോലെ എവിടെയുമാണ്? തിരുവനന്തപുരത്തുമാണ് ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗശല്യം തടയുന്നതിനായി AI സ്മാർട്ട് ഫെൻസിങ് സ്ഥാപിക്കുന്ന സംസ്ഥാനം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് തടയുന്നതിനാണ്? വന്യജീവി ശല്യം തടയുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു AI സ്മാർട്ട് ഫെൻസിങ് സ്ഥാപിക്കുന്നു. AI സ്മാർട്ട് ഫെൻസിങ് സ്ഥാപിക്കുന്നു. എവിടെയാണിത് സ്ഥാപിക്കുന്നത്? ഇത് കേരളത്തിൽ ചെതലയം എന്ന് പറയുന്ന സ്ഥലം, വയനാട് ജില്ലയിലെ ചെതലയം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് സ്ഥാപിക്കുന്നത്? ഇന്ത്യയിൽ ആദ്യമായി വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടി AI സ്മാർട്ട് ഫെൻസിങ് സ്ഥാപിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. അപ്പോൾ എന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായി നമ്മൾ ആചരിക്കുന്നത്? ജൂൺ 23 അപ്പോൾ ജൂൺ 23 എന്തെന്ന് പറയുന്നത്? അന്താരാഷ്ട്ര ജൂൺ 23 അന്താരാഷ്ട്ര എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? ഒളിമ്പിക്സ് ദിനമായി ആചരിക്കുന്നു. നമ്മുടെ 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിൻ്റെ പ്രമേയമാണ് നമുക്ക് നീങ്ങാം ആഘോഷിക്കാം. അപ്പോൾ എന്താണ്? നമുക്ക് നീങ്ങാം ആഘോഷിക്കാം എന്നതാണ് 2024 ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ സഞ്ജന ടാക്കൂറിൻ്റെ ചെറുകഥ ഏത്? അപ്പോൾ 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം. അപ്പോൾ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ആരാണ്? സഞ്ജന ടാക്കൂർ. ഈ സഞ്ജന ടാക്കൂറിൻ്റെ ചെറുകഥയ്ക്കാണ് 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഈ ചെറുകഥ എഴുതിയത് ആരാണ്? ഐശ്വര്യ റായി ആണ്. അപ്പോൾ ഐശ്വര്യ റായി എന്നതാണ് 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരത്തിൻ്റെ പേര്. അപ്പോൾ ഈ ചെറുകഥയുടെ പേരാണ് ഐശ്വര്യ റായി. അത് എഴുതിയത് ആരാണ്? സഞ്ജന ടാക്കൂറാണ്. ഈ ഐശ്വര്യ റായി എന്ന് പറയുന്ന ചെറുകഥ എഴുതിയത്. അപ്പോൾ ഈ ചെറുകഥയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം 2024 കിട്ടിയത് ഐശ്വര്യ റായി എന്ന് പറയുന്ന ഈ ചെറുകഥയ്ക്കാണ്, നമ്മുടെ സഞ്ജന ടാക്കൂറിൻ്റെത്. കേരളത്തിൽ
കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ എവിടെയാണ് നിലവിൽ വരുന്നത്? കേരളത്തിലെ ആദ്യത്തെ KSRTC ഡ്രൈവിംഗ് സ്കൂൾ നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ എവിടെയാണ് നിലവിൽ വരുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് ബന്നാർഘട്ട, കർണാടകം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്കാണ്. പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? നമ്മുടെ കർണാടകത്തിലെ ബന്നാർഘട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് വരുന്നത്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക്. ഇന്ത്യയിലെ പുള്ളിപ്പുലി സഫാരി പാർക്കാണ് കർണാടകത്തിലാണ്, ബന്നാർഘട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം നർത്തകനാണ് ആര്? CV ചന്ദ്രശേഖർ. അപ്പോൾ 2024 ജൂണിൽ അന്തരിച്ച CV ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം നല്ലൊരു ഭരതനാട്യ നർത്തകനായിരുന്നു CV ചന്ദ്രശേഖർ. ഇദ്ദേഹം 2024 ജൂണിൽ എന്ത് ചെയ്തു? അന്തരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് നിലവിൽ വന്ന സംസ്ഥാനം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? അത് ആസാമിലാണ്. അപ്പോൾ ആസാമിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പരിസ്ഥിതി സൗഹൃദ സെക്രട്ടേറിയറ്റ് നിലവിൽ വരുന്നത്, ആസാം. 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം ഏതാണ്? തരംഗ് ശക്തിയാണ്. അപ്പോൾ 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം. ഈ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു തരംഗം സൃഷ്ടിക്കുമെന്ന് ആലോചിക്കുക. അപ്പോൾ തരംഗ് ശക്തിയാണ് എന്ത്? 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം. അപ്പോൾ ആദ്യ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് ഇന്ത്യയുടെ, അതാണ് തരംഗ് ശക്തി. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരുന്നത് 2024 ജൂലൈ 1 മുതലാണ്. അപ്പോൾ 2024 ജൂലൈ 1 മുതൽ എന്താണ്? ഇന്ത്യയിൽ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരുന്നു. പുതിയ ക്രിമിനൽ നിയമങ്ങളൊക്കെ ഇപ്പോൾ 2024 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഓരോന്നും IPCക്ക് പകരമുള്ള പുതിയ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. അപ്പോൾ IPCക്ക് പകരം പുതിയ പേരെന്താണ്? ഭാരതീയ ന്യായ സംഹിത എന്നതാണ് IPCക്ക് പകരമുള്ള എന്താണ് പുതിയ നിയമം എന്ന് പറയുന്നത്. ഇനി CRPCക്ക് പകരമുള്ള പുതിയ നിയമം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നതാണ്. അപ്പോൾ IPCക്ക് പകരമുള്ളത് എന്താണ്? ഭാരതീയ ന്യായ സംഹിത. ഇനി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നത് ഏതിന് പകരമുള്ളതാണ്? CRPCക്ക് പകരമുള്ളത്. അപ്പോൾ CRPCക്ക് പകരമുള്ളതാണ് നിയമം ഏതാണ്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്നത്. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഉള്ള നിയമസംഹിത ഏത്? അപ്പോൾ ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമുള്ള നിയമസംഹിത ഏതാണ്? ഭാരതീയ സാക്ഷ്യ അധിനിയം. അപ്പോൾ ഭാരതീയ സാക്ഷ്യ അധിനിയമമാണ് ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമുള്ള നിയമസംഹിത. ഇന്ത്യയുടെ 30ാമത് കരസേനാ മേധാവി ആരാണ്? അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ 30ാമത് കരസേനാ മേധാവിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആരാണ് അദ്ദേഹം? ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യയുടെ 30ാമത്തെ കരസേനാ മേധാവി. അപ്പോൾ ആരാണ് ഇന്ത്യയുടെ 30ാമത്തെ കരസേനാ മേധാവി? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. 2024 പുതിയ കേരള ലോകായുക്തയായി നിയമിതനായത് ആര്? അപ്പം നമ്മുടെ ലോകായുക്ത ആരാണ്? നിലവിലെ ലോകായുക്ത എന്ന് പറയുന്നത് ജസ്റ്റിസ് N അനിൽകുമാറാണ് നിലവിലെ ലോകായുക്ത. അപ്പോൾ 2024 ജൂണിലാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? നിയമിതനായത്. ജസ്റ്റിസ് N അനിൽകുമാറാണ് കേരളത്തിൻ്റെ ലോകായുക്ത.
2024 5 വർഷത്തെ തടവിന് ശേഷം ബ്രിട്ടനിലെ ഏത് ജയിലിൽ നിന്നാണ് വിക്കിലീക്സിൻ്റെ സ്ഥാപകനായ ജൂലിയൻ അസാഞ്ചെ മോചിതനായത്? നമ്മുടെ വിക്കിലീക്സിൻ്റെ സ്ഥാപകനാണ് ആര്? ജൂലിയൻ അസാഞ്ചെ എന്ന് പറയുന്നത്. 5 വർഷം കൊണ്ട് ഇദ്ദേഹം എവിടെയായിരുന്നു? ജയിലിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? 2024 ജൂണിൽ ഇദ്ദേഹം ജയിൽ മോചിതനായി. അദ്ദേഹം കിടന്ന ജയിലിൻ്റെ പേര് ഏതാണ്? ബെൽമാർഷ് ജയിൽ. ബ്രിട്ടനിലെ ബെൽമാർഷ് ജയിലിലാണ് ആര് കിടന്നത്? ജൂലിയൻ അസാഞ്ചെ. നമ്മുടെ വിക്കിലീക്സിൻ്റെ സ്ഥാപകനായ ജൂലിയൻ അസാഞ്ചെ 5 വർഷം കിടന്നു. ഇനി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? OR കേളു ആണ്. അപ്പോൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അപ്പോൾ കേളു ആണ് എന്ത്? പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കേളു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അദ്ദേഹം പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രിയാണ് നിലവിൽ. ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അപ്പം ജീവിതം ഒരു പാഠപുസ്തകം എന്ന കൃതി ആരുടേതാണ്? ഗോപിനാഥ് മുതുകാടിൻ്റേതാണ്. അപ്പം ഗോപിനാഥ് മുതുകാട് എഴുതിയ കൃതിയാണ് ഏതെന്ന് പറയുന്നത്? ജീവിതം ഒരു പാഠപുസ്തകം എന്നത് ആരുടെ കൃതിയാണ്? ഗോപിനാഥ് മുതുകാട്. 2024 പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അപ്പോൾ 2024 പെൻ പിൻഡർ പുരസ്കാരം ആർക്കാണ്? പെൻ പിൻഡർ പുരസ്കാരം 2024 ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ് ലഭിച്ചത്. അരുന്ധതി റോയ്ക്ക് 2024 പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചു. 2024 50-ാം വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനമാണ് സപ്ലൈകോ. അപ്പോൾ 2024 50-ാം വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? നമ്മുടെ സപ്ലൈകോയാണ്. സപ്ലൈകോ ആണ്. ഭർതൃഹരി മഹ്താബ് ആണ് നമ്മുടെ 18ാമത് ലോക്സഭയിലെ പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്നത്. പ്രോട്ടീൻ അല്ല കേട്ടോ, പ്രോട്ടേം സ്പീക്കറാണ്. ആര്? പ്രോട്ടേം സ്പീക്കറാണ്. ആരെന്ന് പറയുന്നത്? നമ്മുടെ ഭർതൃഹരി മഹ്താബാണ്. ഭർതൃഹരി മഹ്താബാണ് എന്ത്? 18ാമത് ലോക്സഭയിലെ പ്രോട്ടേം സ്പീക്കർ. അപ്പോൾ നമ്മുടെ 18ാമത് ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? ഭർതൃഹരി മഹ്താബ് ആണ്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്? ചെനാബ് റെയിൽവേ പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം എന്ന് ചോദിച്ചാൽ ഏതാണത്? ചെനാബ് റെയിൽവേ പാലം. ഇത് ജമ്മു കാശ്മീരിലാണ്. അതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമാണ് ചെനാബ് റെയിൽവേ പാലം. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. 2024 ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക. അപ്പോൾ തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ തെളിവുകൾ വ്യക്തമാണ്. നമുക്കറിയാം ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് എന്തായാലും ആ തെളിവ് ലഭിക്കും അല്ലേ? ആ തെളിവുകൾ വ്യക്തമാണ്, അപ്പോൾ പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ് എന്ത്? ലോക ലഹരി വിരുദ്ധ ദിനം 2024 പ്രമേയം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും പാറയും പൊടിയും ആയി തിരിച്ചെത്തിയ ചൈനയുടെ പേടകം ഏതാണ്? ചാങ്ങെ 6 എന്ന് പറയുന്ന ചൈനയുടെ പേടകം എന്ത് ചെയ്തു? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പോയി അവിടെ നിന്ന് പാറയും പൊടിയും ഒക്കെ കൊണ്ട് തിരിച്ചു വന്നു. അത് ചൈനയുടെ പേടകത്തിൻ്റെ ആ പേരെന്താണ്? ചാങ്ങെ 6. അപ്പോൾ ചൈന അതിൽ തന്നെയുണ്ട്. ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം ചൈന ചാങ്ങെ 6. അപ്പം വേണമെങ്കിൽ ഡിജിറ്റ് തെറ്റിച്ച് തരാം. 6 എന്നത് 4 എന്നൊക്കെ പറഞ്ഞ് തെറ്റിച്ച് തരാം. അപ്പോൾ ചാങ്ങെ 6 എന്നതാണ് എന്ത്? ചൈനയുടെ പേടകം.
ചാങ്ങെ 6 ഇതാണ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പോയിട്ട് പാറയും പൊടിയൊക്കെ കൊണ്ട് തിരിച്ചു വന്നത്. 2024 ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം. അപ്പോൾ 2024 ജൂൺ 21 നമ്മുടെ അന്താരാഷ്ട്ര യോഗ ദിനമെന്ന് പറയുന്നത് ജൂൺ 21. അപ്പോൾ 2024 ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? യോഗ വ്യക്തിക്കും സമൂഹത്തിനും. അപ്പോൾ യോഗ എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിക്കും സമൂഹത്തിനും എന്നതാണ് 2024 ജൂൺ 21 നടന്ന അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് യോഗ വ്യക്തിക്കും സമൂഹത്തിനും. അപ്പോൾ ഇത്രയുമാണ് 2024 നമ്മുടെ ജൂൺ മാസത്തിലെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. പ്രധാന വിവരങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മുടെ ഈ വീഡിയോസിൻ്റെയൊക്കെ PDF അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ അത് കാണുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.